ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിന് തലേ ദിവസമുള്ള വ്ളോഗാണ്. പക്ഷേ കുറച്ച് തിരക്കായത് കാരണം എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കുറച്ച് വൈകി. ഓണമായതുകൊണ്ട് തന്നെ കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സ് കിട്ടിയിരുന്നു. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗ് എടുത്തത്. ഞാനിവിടെ കാണിക്കുന്നത് 1.5 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 1 kg കേക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രോസസ്സ് മാത്രം ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. കാരണം ഞാൻ പല റെസിപ്പിയും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് പാലിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് പാലിനെ ഒന്ന് പിരിച്ചെടുക്കുക. പലരും തൈര് ഉപയോഗിക്കുന്നവരുണ്ട്, ബട്ടർ മിൽക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാലിലേക്ക് വിനാഗിരി ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അത് ശരിക്കും പിരിഞ്ഞ് വന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നത് മൈദ, അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ, പിന്നെ ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, ഉപ്പ്. ഈ 5 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് പറ്റുമെങ്കിൽ 3-4 പ്രാവശ്യം തന്നെ അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. കൊക്കോ പൗഡർ ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടിപ്പോയാൽ നമ്മുടെ കേക്കിന് കറക്റ്റ് കളറ് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുത്താൽ പെർഫെക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇനി നമ്മൾക്ക് കോഴിമുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്ററിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇടയ്ക്ക് വെനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന റെഡ് കളറ്, കളർ മിസ്റ്റിൻ്റെ കളർ സ്പ്ലാഷ് റെഡ് കളർ. ഈ കളർ ഉപയോഗിച്ചപ്പോഴാണ് എനിക്കൊരു പെർഫെക്റ്റ് റെഡ് കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് ആവശ്യത്തിന് കളർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഒന്ന് എടുത്ത് വെക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ഒഴിക്കുക കേട്ടോ. നേരിയ റെഡ് കളർ മതിയെങ്കിൽ ഇത്തിരി കളർ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ലിക്വിഡിൽ എത്ര കളർ ആവുന്നോ അത്ര തന്നെ കേക്കിലും ആയിട്ട് വരും. അപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു സ്റ്റേജിലെത്തുന്നവരെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് നമ്മുടെ ഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് മുമ്പ്, ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഒരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത്. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒന്നിച്ച് ഫ്ലോറ് ചേർക്കരുത്, ഒന്നിച്ച് കളറും ചേർക്കരുത്. കുറച്ച് ഫ്ലോറ് ചേർക്കുക, കുറച്ച് കളറ് ചേർക്കുക, അങ്ങനെ മാറി മാറി ചേർത്തിട്ട് വേണം ഇത് മൊത്തം നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാൻ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം. 180 ഡിഗ്രിയിൽ 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ഓരോ ഓവൻ അനുസരിച്ച് ടൈമിലും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ 1/2 kgൻ്റെ 3 മോൾഡിലായിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ കേക്ക് ബേക്ക് ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ഉച്ചക്കലേക്കുള്ള ചോറും കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എനിക്ക് മുഹറം 10ൻ്റെ നോമ്പുണ്ട്. ഹസ്ബൻഡിനും കുട്ടികൾക്കും ഉള്ള ചോറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പിന്നെ നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പണി പെട്ടെന്ന് കഴിയുമല്ലോ. എനിക്ക് കേക്കിൻ്റെ പണിക്ക് സമയം കിട്ടും. എനിക്ക് നോമ്പ് തുറക്കുമ്പോഴും ചോറ് കഴിച്ചാൽ മതി, പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അപ്പോഴേക്കും നെയ്ച്ചോറും കറിയും തൈരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്കും ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് കൊള്ളി കൊണ്ട് കുത്തിയിട്ട് ഉള്ളൊക്കെ നല്ലോണം വെന്തെന്നൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ കൊള്ളി ക്ലീനാണ്. അപ്പോൾ കേക്ക് റെഡിയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ റെസിപ്പിയിൽ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് കേക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ അപ്പോഴേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ചീസ് ക്രീമും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഫില്ലിങ്ങിന് ഉള്ളിൽ.
ക്രീം ചീസിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ക്രീമിനോട് മിക്സ് ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുപോയി. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കേക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലെങ്കിൽ നമ്മൾ ക്രീം മെൽറ്റായി പോകും. പ്രത്യേകിച്ച് ചീസ് ക്രീമും കൂടി ചേർത്തതാകുമ്പം ഉള്ളിൽ മെൽറ്റാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്കിനി കേക്കൊക്കെ ഒന്ന് ലെയർ ചെയ്ത് എടുക്കാം. അപ്പോൾ മുകളിലത്തെ ആ ലെയർ കട്ട് ചെയ്ത് അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ കേക്കും ഒന്ന് 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ചീസ് ക്രീം മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ഉള്ളിൽ ലെയറിങ്ങിന് വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. പുറത്തെ കോട്ടിങ്ങിന് ഞാൻ ഈ ഒരു മിക്സ് ഉപയോഗിക്കാറില്ല. അതിന് സിമ്പിൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് മാത്രമേ കൊടുക്കാറുള്ളൂ പുറത്തെ കോട്ടിങ്ങിന്. ഉള്ളിലെ കോട്ടിങ് നന്നായിട്ട് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ചീസ് ക്രീമും വിപ്പിംഗ് ക്രീമും കൂടിയുള്ള മിക്സ് ഓരോ ലെയറിലും വെച്ച് കൊടുക്കും. ഞാനിനി 3 കേക്കും ഒന്ന് ക്രം കോട്ടിങ് കൊടുത്ത്, അതായത് കേക്കിൻ്റെ മേലെ മാത്രം ജസ്റ്റ് ക്രീം തേച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ഫൈനൽ കോട്ടിങ് കൊടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആവുക. സമയം 3 മണിയായിട്ടോ. ഞാൻ ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാണ്. ഈ ചീസി ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം മൈദയിലേക്ക് 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് ഇളം ചൂടുള്ള പാലിൽ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. എങ്ങനെ വരുന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇത് അവസാനമാകുമ്പോഴേക്കും എനിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിയ ഒരു സ്നാക്സാണ് കേട്ടോ. അത് ഞാൻ പിന്നീട് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് പണി കിട്ടിയതെന്ന്. അപ്പോൾ ഞാൻ ഇതൊക്കെ മാവൊക്കെ റെഡിയാക്കി വെച്ച് ഒരിത്തിരി സൺഫ്ലവർ ഓയിൽ മേലെ തൂവിയിട്ട് അതൊന്ന് പൊങ്ങാൻ വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി തന്നെ കേട്ടോ, ബന്നിൻ്റെ റെസിപ്പിയാണ്. അപ്പം നല്ലോണം കുഴച്ച് ഒരു ക്ലിങ് ഫിലിം കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. അത് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്തിട്ട് ഫൈനൽ കോട്ടിങ്ങൊക്കെ കൊടുത്ത് പെർഫെക്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് പേരെഴുതാൻ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂടി കൊണ്ട് ഒരു സർക്കിളുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ കേക്ക് പൊടിച്ച് വെച്ചത് ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുന്നത് കേട്ടോ. അരിപ്പയിലിട്ടിട്ട് ആ കേക്കിൻ്റെ പൊടി നന്നായിട്ട് തട്ടി കൊടുക്കുമ്പോഴാണ് ഒരു വെൽവെറ്റിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ പേരെഴുതാനുള്ള സ്പേസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൻ്റെ ജെല്ലിൽ റെഡ് കളർ ചേർത്തിട്ടാണ് പേരെഴുതി കൊടുക്കുന്നത്.
കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഒരു കോല കേട്ടോ. അപ്പോഴേക്ക് എനിക്ക് വേറൊരു കേക്കിനും കൂടി പെട്ടെന്നൊരു ഓർഡർ വന്നു, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ക്രീം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് എടുത്ത് വെക്കുകയാണ്. കാരണം എനിക്ക് ആ പാത്രം ഒഴിച്ചിട്ട് വേണം ബ്ലാക്ക് ഫോറസ്റ്റിനുള്ളത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ 2 കേക്ക് ഞാൻ രാവിലെ നേരത്തെ തന്നെ തലേദിവസം ഉണ്ടാക്കി വെച്ച കേക്ക് സെറ്റാക്കി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 കേക്ക് ഇപ്പോൾ ചെയ്തു. അപ്പോഴേക്ക് സമയം ഏകദേശം ഇപ്പോൾ പണി കഴിഞ്ഞപ്പോഴേക്ക് 4 മണിയായിട്ടോ. ഇനി നോമ്പ് തുറക്കാനുള്ളത് ഉണ്ടാക്കണം, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ ചീസി റോളിന് വേണ്ട ചിക്കന് ഒന്ന് മസാല തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഉപ്പും മഞ്ഞളും മുളകും ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മുടെ ചിക്കൻ റോളിന് വേണ്ട മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നുകൂടി മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ കേക്ക് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു കേക്ക് കേട്ടോ. നമ്മുടെ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചീസി റോളിന് വേണ്ട മാവൊന്ന് കുറച്ച് പീസാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് ഒക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള പീസാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്ത് ഒന്നുകൂടി ഒരു 10 മിനിറ്റ് നന്നായിട്ട് കവർ ചെയ്തിട്ട് കുറച്ചുകൂടി പൊങ്ങാൻ വെക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ: ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, പിന്നെ ചിക്കനും. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അധികം വേവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഉള്ളിയുള്ളതൊക്കെ ഒന്നും കൂടി വേവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കും പച്ചമുളകും പിന്നെ പൊരിച്ച ചിക്കൻ ഒന്ന് പിച്ചിയിട്ട് അതും കൂടി ചേർത്ത് 2 ചെറിയ സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 സ്പൂണ് മൈദയാണ് കേട്ടോ. നമുക്കൊരു വൈറ്റ് സോസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 1.5 സ്പൂണ് മൈദ ചേർത്തിട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓരോ റോളും കുറച്ച് മൈദ തൂവിയിട്ട് പരത്തി ഫില്ലിങ് വെച്ച് ചീസ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചീസും കൂടി വെച്ച് നമ്മൾ ചിക്കൻ റോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് മൈദ നന്നായി തൂവി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോള് ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം പരത്തി റോൾ ചെയ്ത് ഫില്ലിങ് വെച്ച് റോൾ ചെയ്ത് നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. നമ്മുടെ ചിക്കൻ റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റും കൂടി ഇതിനൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവന് പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഇനി ഓരോ റോളും നമുക്ക് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു കോഴിമുട്ട ഉടച്ചിട്ട് അതിൻ്റെ മേലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ, ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ടിട്ട് 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവനിൽ വെച്ച് നമ്മുടെ ചീസ് റോള് ഓവനിൽ വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് കറണ്ട് പോയി. പിന്നെ എനിക്ക് അടുപ്പിലേക്ക് മാറ്റുക നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് അടുപ്പിൽ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി ബ്രൗൺ കളർ ആവാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉള്ളൊക്കെ നല്ലോണം വെന്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് കറണ്ട് പോയത്. ബാക്കി ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടാണ് റെഡിയാക്കി എടുത്തത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് തന്നെ വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മയോണൈസും കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇരുട്ടത്തായി പോയി പക്ഷേ എൻ്റെ നോമ്പ് തുറ. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനും മക്കളും കൂടി ഇരുട്ടത്ത് മൊബൈലിൻ്റെ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് പിന്നെ നോമ്പ് തുറന്നത്.
അടുപ്പിൽ 4 വെച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് സമയമെടുത്തു. കറണ്ട് പിന്നെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. അപ്പോൾ കറണ്ട് വന്നപ്പോൾ ഞാൻ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ് ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടി ചെയ്ത് ഫ്രീ ആകുമ്പോൾ പിന്നെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. കേക്കിൻ്റെ ഓർഡറും ഒരു ചീസി ചിക്കൻ റോളിൻ്റെ എക്സ്പെരിമെൻറ്റും എല്ലാം കൂടിയായിട്ട് ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എൻ്റെ കേക്കിൻ്റെ കുറച്ച് പിക്സും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഓണത്തിന് എനിക്ക് കിട്ടിയ ഓർഡേഴ്സ്, അതിന് ഞാൻ ചെയ്ത കേക്കും ജാർ കേക്ക്സും ഒക്കെയാണ് ഞാനിതിൻ്റെ കൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും ഓണം നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീട്ടിലിരുന്ന് ഓണം നല്ലോണം തന്നെയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.